ന്യൂയോർക്ക് സിറ്റിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് കൊബാൾട്ട് മാൻ. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് അവിടേക്ക് വന്നിട്ട് കൊബാൾട്ട് മാനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. കൊബാൾട്ട് മാന് ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവഞ്ചേഴ്സിന് കൊബാൾട്ട് മാനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കൊബാൾട്ട് മാനെ തടയാനായിട്ട് ടോണി സ്റ്റാർക്ക് വിഷനെ സഹായത്തിനായിട്ട് വിളിക്കുന്നു. വിഷനും അവഞ്ചേഴ്സും ഒരുമിച്ച് കൊബാൾട്ട് മാനെ എത്ര അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവരുടെ ആ ശ്രമമെല്ലാം പാളിപ്പോകുന്നു. കൊബാൾട്ട് മാൻ ഇനി എവിടെയാണ് ടെലിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ വിഷനും അവഞ്ചേഴ്സും അവിടേക്ക് തുടരെ ആക്രമിക്കുന്നതോടെ കൊബാൾട്ട് മാന്റെ ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം ഫെയിൽ ആകുന്നു. അവഞ്ചേഴ്സ് കൊബാൾട്ട് മാനെ പിടികൂടിയ സമയത്ത് വിഷൻ കൊബാൾട്ട് മാന്റെ പവേഴ്സ് ഡിസേബിൾ ചെയ്യുന്നു. അതെ, വിഷന്റെ സഹായത്തോടെ കൊബാൾട്ട് മാനെ അവഞ്ചേഴ്സ് തറ പറ്റിച്ചു. തിരികെ അവഞ്ചേഴ്സ് ടവറിലെത്തിയ വിഷന് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടായി. പക്ഷെ അവഞ്ചേഴ്സ് വിഷന്റെ ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. എന്നാൽ തോറ് വിഷനെ മനസ്സിലാക്കി. ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് വിഷനെ പറഞ്ഞു മനസ്സിലാക്കാൻ തോറ് വിഷനെയും കൂട്ടി ആസ്ഗാർഡിലേക്ക് പോകുന്നു. ആസ്ഗാർഡിലെത്തിയ തോറ് തന്റെ ഫ്രണ്ട്സ് വാരിയേഴ്സ് ആണെന്നും ഉളുക്കിനെയും ഹാരോക്കിനെയും ഒക്കെ ഡിഫീറ്റ് ചെയ്ത് അവരുടെ വെപ്പൺസ് ആയ പൗണ്ടേഴ്സും വാർലോക്ക് ഐസും ഒക്കെ കളക്ട് ചെയ്യാൻ എന്നെ സഹായിച്ചത് എന്റെ ഫ്രണ്ട്സ് ആണെന്നും ഒക്കെ വിഷനോട് പറയുന്നു. മാത്രമല്ല ദ ഡിസ്ട്രോയറിനെ പറ്റിയും തോറ് വിഷനോട് പറയുന്നുണ്ട്. പിന്നീട് തോറ് ആസ്ഗാർഡിലെ കുറെ സെല്ലുകൾ വിഷന് കാണിച്ചു കൊടുക്കുന്നു. ആ സെല്ലുകളിൽ ഉളിക്കും ഫെൻറിസ് വൂൾഫും ഫാഫ്നിയർ എന്ന ഡ്രാഗനും തോറിന്റെ ബ്രദറായ സാക്ഷാൽ ലോക്കിയുമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഉളിക്ക് തന്റെ സെല്ലിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് തന്റെ വെപ്പണായ പൗണ്ടേഴ്സ് ധരിച്ച് ആസ്ഗാർഡിയൻ സോൾജേഴ്സിനെ എല്ലാം ആക്രമിച്ച് തറ പറ്റിക്കുന്നു. തോറും ഉളിക്കും തമ്മിൽ പോരാട്ടം നടക്കുവാണ്. ഈ സമയത്ത് ഉളിക്കിന്റെ പിന്നിലൂടെ വന്ന വിഷൻ ഉളിക്കിനെ ആക്രമിച്ച് തറ പറ്റിക്കുന്നു. പെട്ടെന്ന് തന്നെ വിഷനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വിഷൻ തോറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, വിഷനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അൾട്രോൺ ആണ്. തോറ് മ്യോൾനിയറിന്റെ സഹായത്തോടെ അൾട്രോൺ വിഷനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷന്റെ പവറായ ഡെൻസിറ്റി മാനിപ്പുലേഷൻ ഉപയോഗിച്ച് അൾട്രോൺ വിഷൻ ആ അറ്റാക്കിൽ നിന്നും എസ്കേപ്പ് ആയിട്ട് തോറിന്റെ നെഞ്ചത്ത് തന്റെ കൈ കുത്തി ഇറക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ വിഷൻ സ്വയം കൺട്രോൾ ഏറ്റെടുത്ത് തോറിനെ സേവ് ചെയ്യുന്നു. ഈ സമയത്ത് വാർലോക്ക് കൈയെ കൺട്രോൾ ചെയ്ത അൾട്രോൺ തോറിനെയും വിഷനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നു. വാർലോക്ക് കൈയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണം തടയാൻ തോറിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ വിഷൻ വാർലോക്ക് കൈയെ അൾട്രോണിന്റെ കൺട്രോളിൽ നിന്നും വിടുവിക്കുന്നു. എന്നാൽ അടുത്തതായിട്ട് വിഷൻ കൺട്രോൾ ചെയ്തത് ദ ഡിസ്ട്രോയറിനെയാണ്. അവഞ്ചേഴ്സ് ടവറിൽ ഹൾക്കിന്റെ മുന്നിൽ ബൈഫ്രോസ്റ്റ് ഓപ്പൺ ആവുകയാണ്. ഹൾക്ക് നോക്കുമ്പോൾ ഡിസ്ട്രോയർ തോറിനെയും വിഷനെയും ഡിഫീറ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണുന്നു. അത് കണ്ട ഹൾക്ക് ഡിസ്ട്രോയറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡിസ്ട്രോയറിന്റെ ഒറ്റയടിയിൽ ഹൾക്ക് തെറിച്ചു വീഴുന്നു. പെട്ടെന്ന് തന്നെ ഹൾക്ക് അവഞ്ചേഴ്സ് ടവറിന്റെ എമർജൻസി അലാറം ബട്ടണിൽ പ്രസ് ചെയ്യുന്നതോടെ അവഞ്ചേഴ്സ് അവിടേക്ക് എത്തുന്നു. അവഞ്ചേഴ്സ് അവരെ കൊണ്ട് പറ്റുന്നത് പോലെയെല്ലാം ഡിസ്ട്രോയറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവഞ്ചേഴ്സിന്റെ ആ ശ്രമമെല്ലാം പാളിപ്പോകുന്നു. ഡിസ്ട്രോയർ വിഷനെ പിടികൂടിയിട്ട് അവഞ്ചേഴ്സിനോട് പറയുവാണ്, എനിക്ക് കൊബാൾട്ട് മാന്റെ ടെലിപ്പോർട്ടേഷൻ ടെക്നോളജി ആവശ്യമാണ്. ഞാൻ ആ ഡിവൈസിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു, അത് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിൽ ഉണ്ട് എന്നൊക്കെ. പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയർ അവഞ്ചേഴ്സിനെ ആക്രമിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ലക്ഷ്യമാക്കി ഡിസ്ട്രോയർ പോകുവാണ്. പെട്ടെന്ന് തന്നെ തോറ് അവിടേക്ക് വന്നിട്ട് ഡിസ്ട്രോയറിനെ തന്റെ ലൈറ്റ്നിങ് പവേഴ്സ് ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോറിനെ ഡിസ്ട്രോയർ ഡിഫീറ്റ് ചെയ്യുന്നു. പിന്നീട് ഹൾക്ക് അവിടേക്ക് വന്നിട്ട് ഡിസ്ട്രോയറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൾക്കിനെയും ഡിസ്ട്രോയർ ഡിഫീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡിസ്ട്രോയർ തോറിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വിഷൻ ഡിസ്ട്രോയറിന്റെ കൺട്രോള് ഏറ്റെടുത്തിട്ട് ഡിസ്ട്രോയറിനെ ഡീപ്പ് സീ ട്രെഞ്ചിലേക്ക് കൊണ്ടുപോകുന്നു. ഡിസ്ട്രോയറിനെ അവിടെ കൊണ്ടിട്ട വിഷൻ ഡീപ് സീയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷന് അത് സാധിക്കുന്നില്ല. എന്നാൽ തോറ് വിഷനെ ഡീപ് സീയിൽ നിന്നും സേവ് ചെയ്യുന്നു. അൾട്രോണ് ഡിസ്ട്രോയറിനെ കൊണ്ട് ഡീപ് സീയിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. പക്ഷെ അൾട്രോൺ ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിൽ എങ്ങനെയോ രക്ഷപ്പെടുന്നു. എന്തായാലും ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്നും വിഷൻ മനസ്സിലാക്കി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.